ജാർഖണ്ഡിൽ രൂപപ്പെട്ട ന്യൂനമർദ്ദം കിഴക്കൻ ഇന്ത്യയിലുടനീളം കനത്ത മഴയ്ക്ക് കാരണമാകും. വെള്ളിയാഴ്ച രാവിലെ ജംഷഡ്പൂരിൽ നിന്ന് 40 കിലോമീറ്റർ വടക്കു പടിഞ്ഞാറായി ന്യൂനമർദ്ദം രൂപപ്പെട്ടിരുന്നു. സജീവമായ മൺസൂൺ ട്രഫും ചേർന്ന രാജ്യത്തിന്റെ മധ്യ കിഴക്കൻ ഭാഗങ്ങളിൽ വ്യാപക മഴ പെയ്തേക്കും. ജാർഖണ്ഡിൽ രൂപപ്പെട്ട ന്യൂനമർദ്ദം കിഴക്കൻ ഇന്ത്യയിലുടനീളം കനത്തതോ വളരെ ശക്തമായതോ ആയ മഴയ്ക്ക് കാരണമാകും. സ്ഥിതിഗതികൾ ഉടൻ ദുർബലമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഛത്തീസ്ഗഡ്, ഒഡീഷ, ജാർഖണ്ഡ്, പശ്ചിമ ബംഗാൾ എന്നിവിടങ്ങളിൽ ഇന്ന് കനത്ത മഴയ്ക്കുള്ള സാധ്യതയാണ് ഉള്ളത്. ഒറ്റപ്പെട്ട പ്രദേശങ്ങളിൽ ഇന്ന് അസാധാരണമാംവിധം കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ട്. കനത്ത മഴ, മണ്ണിടിച്ചിൽ, വെള്ളപ്പൊക്കം, മേഘസ്ഫോടനം എന്നിവയ്ക്കുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നതിനാൽ ഉത്തരാഖണ്ഡ്, ഹിമാചൽ പ്രദേശ് എന്നിവിടങ്ങളിൽ ഓറഞ്ച് അലേർട്ട് തുടരുകയാണ്. ഡൽഹി NCRൽ ഇന്ന് ഇടിമിന്നലോടും മഴയോടും ശക്തമായ കാറ്റോടും കൂടിയ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ അസ്ഥിരമായ കാലാവസ്ഥയുടെ പശ്ചാത്തലത്തിൽ അധികൃതർ യെല്ലോ അലേർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇടിമിന്നൽ, മിന്നൽ, ശക്തമായ കാറ്റ് എന്നിവ ഉണ്ടാകുമ്പോൾ കർഷകർ വെള്ളം കെട്ടി നിൽക്കുന്നത് ഒഴിവാക്കുകയും വിളവെടുത്ത വിളകൾ സംരക്ഷിക്കുകയും പുറത്ത് ജോലി ചെയ്യുന്നത് ഒഴിവാക്കുകയും ചെയ്യണം. ജാർഖണ്ഡ്, പശ്ചിമ ബംഗാൾ, ഒഡീഷ, ഛത്തീസ്ഗഡ് എന്നിവിടങ്ങളിൽ കനത്തതോ അസാധാരണമാംവയോ ശക്തമായ മഴ പ്രവചിക്കപ്പെടുന്നതിനാൽ കിഴക്കൻ ഇന്ത്യയിൽ ഒരു കാലാവസ്ഥാ സംവിധാനം നിരവധി സംസ്ഥാനങ്ങളെ അതീവ ജാഗ്രതയിൽ നിർത്തുകയാണ്. 2026 ഓഗസ്റ്റ് 14 പുറത്തിറക്കിയ ഏറ്റവും പുതിയ കാലാവസ്ഥാ അപ്ഡേറ്റ് അനുസരിച്ച് ജാർഖണ്ഡിലും അതിനോട് ചേർന്നുള്ള പശ്ചിമ ബംഗാളിലെ ഗംഗാ തടത്തിലും രൂപം കൊണ്ട ന്യൂനമർദ്ദം പടിഞ്ഞാറ് വടക്ക് പടിഞ്ഞാറോട്ട് നീങ്ങുകയും 24 മണിക്കൂറിനുള്ളിൽ താഴ്ന്ന മർദ്ദമേഖലയെ രൂപപ്പെടുകയും ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കഴിഞ്ഞ ദിവസം ജംഷഡ്പൂരിൽ നിന്ന് 40 കിലോമീറ്റർ വടക്കു പടിഞ്ഞാറായി ന്യൂനമർദ്ദം രൂപപ്പെട്ടിട്ടുണ്ട്. സജീവമായ മൺസൂൺ ട്രഫും ചേർന്ന രാജ്യത്തിന്റെ മധ്യകിഴക്കൻ ഭാഗങ്ങളിൽ വ്യാപകമായ മഴയ്ക്കുള്ള കാരണമാവുകയാണ്. ഏറ്റവും കൂടുതൽ മഴ ഭീഷണി നേരിടുന്ന സംസ്ഥാനങ്ങളിലൊന്നാണ് ഛത്തീസ്ഗഡ്. പല പ്രദേശങ്ങളിലും കനത്തതോ അതിശക്തമോ ആയ മഴ ലഭിക്കാൻ സാധ്യതയുണ്ട്. ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ 204.5 മില്ലിമീറ്ററിൽ കൂടുതൽ കനത്ത മഴ ലഭിക്കാനുള്ള സാധ്യതയാണുള്ളത്. ജാർഖണ്ഡ്, പശ്ചിമ ബംഗാൾ, ഒഡീഷ എന്നിവിടങ്ങളിലും ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയുണ്ട്. വെള്ളപ്പൊക്കം, നദികൾ കരകവിഞ്ഞൊഴുകൽ, പ്രാദേശിക വെള്ളപ്പൊക്കം എന്നിവ ആശങ്കാജനകമായി ഉയർത്തിക്കൊണ്ട് ദുർബല പ്രദേശങ്ങളിൽ അധികൃതർ ഓറഞ്ച് അലേർട്ട്, ചുവപ്പ് വരെ ലെവൽ മുന്നറിയിപ്പുകളും നൽകിയിട്ടുണ്ട്. നിലവിൽ അമൃത്സർ, ബറേലി, വാരണാസി, റാഞ്ചി എന്നിവിടങ്ങളിലൂടെ വ്യാപിക്കുന്ന മൺസൂൺ ന്യൂനമർദ്ദം പശ്ചിമ ബംഗാൾ ഗംഗാ തീരത്തോടു കൂടി ദിഘയിലേക്ക് കടന്നു പോകുന്നു. തുടർന്ന് തെക്കുകിഴക്ക് ദിശയിലേക്ക് വടക്കു പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിലേക്ക് വ്യാപിക്കുകയും ശക്തമായ മൺസൂൺ പ്രവർത്തനങ്ങൾ നിലനിർത്താൻ സഹായിക്കുകയും ചെയ്യുന്നതാണ്. ന്യൂസ് ഡെസ്ക്, സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.